നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇന്ന് നിങ്ങൾ എന്താണ് ഒരു വിഷമം അല്ലെങ്കിൽ ഒരു സങ്കടം അവസ്ഥയിൽ നിങ്ങളിരിക്കുന്നത്, അതിന് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഒരു ഗൈഡൻസാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇതിൽ ചിലർക്ക് റെസണേറ്റ് ആവാം, റെസണേറ്റ് ആവാത്തതും ആകാം. നിങ്ങളുടെ എനർജിയുമായിട്ട് യോജിച്ചവ നിങ്ങൾ എടുക്കുക. ആദ്യമായി കിട്ടിയിരിക്കുന്നത് ദ സ്റ്റാർ എന്ന് പറയുന്ന കാർഡാണ്. സ്റ്റാർ എന്ന് പറയുന്ന കാർഡിൽ ഒരു പുതുക്കൽ, പ്രത്യാശ, വിശ്വാസം, ഉദ്ദേശം, ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങൾ മാറുകയാണ്. നിങ്ങളുടെ വിഷമത്തിൽ നിന്ന് നിങ്ങൾ വേറൊരു ദിശ കണ്ടെത്തി പോവുകയാണ്. അടുത്തതായിട്ട് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഹാങ്ഡ് മാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം തലകീഴായി, ജീവനുള്ള ഒരു മരത്തിൽ തലകീഴായി കിടക്കുകയാണ്. അദ്ദേഹം അവിടെ കിടന്ന് തൻ്റെ ആത്മപരിശോധന ചിന്തിക്കുകയാണ്. തൻ്റെ ചുറ്റുപാടുള്ള വസ്തുക്കളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവയിൽ നിന്ന് ശരിയായത് മാത്രം എടുത്തുകൊള്ളുന്നു. കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ് അടുത്ത് വന്നിരിക്കുന്നത്. അതായത് വൈകാരികമായ ദിശയിൽ ഏത് സാഹചര്യത്തിലും ശാന്തമായിട്ട് ഇരുന്നിട്ട് നയതന്ത്രപരമായിട്ട് കാര്യങ്ങൾ കൈക്കൊള്ളുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇത് കംപ്ലീഷൻ്റെ കാർഡ് ആണ്. അടുത്തതായി കിട്ടിയിരിക്കുന്നത് എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ വിഷമിച്ചിരുന്നത്, അതായത് ഒരു പ്രഗ്നൻസി ആയിരിക്കാം, ഈ കാർഡെന്ന് പറഞ്ഞാൽ ഒരു മാതൃത്വത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. നിങ്ങൾ പ്രഗ്നൻസിക്ക് വേണ്ടി കാത്തിരുന്ന ആ സമയം നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോവുക എന്നതാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുന്നത് ദ ലവേഴ്സ് കാർഡാണ്. ഈ ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയൊരു ബന്ധം വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണക്ഷൻ, ഒരു റിലേഷൻ, ഒരു യൂണിയൻ, രണ്ടുപേര് ചേർന്നതിലുള്ള ഒരു യൂണിയൻ, അത് നിങ്ങൾക്ക് കൈവരിക്കാൻ പോവുകയാണ്, കൈവന്ന് കഴിയും. അടുത്തതായിട്ട് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കിട്ടിയിരിക്കുന്ന എല്ലാ അവസരങ്ങളും എല്ലാം നിങ്ങളുടെ സാമ്പത്തികം നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിന് എന്ത് തടസ്സങ്ങളുണ്ടോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ജീവിതപാതയിലേക്ക് മുന്നേറാൻ കഴിയുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിക്ഷേപിക്കുകയും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഭാവിയിൽ കഴിയും എന്നാണ് ഈ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കാർഡിൽ ഇത്രയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നുവോ അതിൽ നിന്ന് നിങ്ങൾ മാറി നല്ലൊരു പാതയിലോട്ട് പോവുകയാണ്, നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഈ ഉപദേശം. നിങ്ങൾക്ക് വഴികാട്ടിയ യൂണിവേഴ്സ് നൽകുന്ന ഈ ഉപദേശം. ഇത് എല്ലാവർക്കും റെസണേറ്റ് ആകണമെന്നില്ല. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ അതിൽ വിശ്വസിക്കുക, അത് നിങ്ങൾക്ക് റെസണേറ്റായി തീരുന്നതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നന്ദി, നമസ്കാരം.